ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കണ്ണുനീരിൽ കുളിച്ച് ശുദ്ധനായി തീർന്ന സുമന്ത്രരോട് മധുരഗംഭീരനാദത്തിൽ കാകുത്സ്ഥൻ അരുളി: സുമന്ത്രരെ, രഘുവംശ രാജാക്കന്മാർക്ക് അങ്ങേപോലെയുള്ളൊരു മിത്രത്തെ കിട്ടിയിട്ടില്ല. ദശരഥ മഹാരാജാവ് എന്നെ വിചാരിച്ച് ദുഃഖിക്കാതിരിക്കുവാൻ വേണ്ടതേതോ അത് അങ്ങ് ചെയ്യണം. കാമത്താൽ ഖിന്നനും എൻ്റെ വിയോഗത്താൽ മനസ്സടഞ്ഞവനും വയസ്സാൽ അതിവൃദ്ധനുമായ പിതാവ് ചെറിയമ്മയുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും അരുളി ചെയ്തതിൽ നിസ്സംശയം അത് ചെയ്യണേ. ഇത്തരത്തിലുള്ള എല്ലാറ്റിനും വേണ്ടിയാണ് രാജാക്കന്മാർ നാടുവാഴുന്നത്. ഊഴിപാലകന് ചിലപ്പോൾ ഏതൊരു കാര്യത്തെയും നേരിടേണ്ടി വരും. പക്ഷേ മനോവിഷമം ഉണ്ടാകരുത്. അച്ഛൻ ദുഃഖിക്കാതിരിക്കത്തക്ക വിധവും മനോവിഷമം ഏൽക്കാത്ത മട്ടിലും വേണ്ടത് അങ്ങ് ശ്രദ്ധിക്കണം. ഇന്നുവരെയും അഴല് അറിയാത്തവനും മഹാനുഭാവനും വയോവൃദ്ധനും ജിതേന്ദ്രിയനുമായ അച്ഛനെ അഭിവാദ്യം ചെയ്ത് എനിക്ക് വേണ്ടി ഇപ്രകാരം പറയണം: ഞാനോ ലക്ഷ്മണനോ സീതയോ അയോധ്യയിൽ നിന്ന് ഭ്രഷ്ടരായി എന്നതിൽ കാട്ടിൽ വാഴേണ്ടി വന്നതിൽ അല്പമെങ്കിലും വിചാരിക്കപ്പെടുന്നില്ല. 14 ആണ്ട് കഴിഞ്ഞ് മടങ്ങി വന്ന ലക്ഷ്മണനെയും എന്നെയും സീതയെയും വേഗത്തിൽ തൃക്കൺ പാർക്കാം. സുമന്ത്രരെ, ഞങ്ങൾ 3 പേരും പ്രത്യേകം എല്ലാ അമ്മമാരുടെയും ആരോഗ്യക്ഷേമാന്വേഷണം ചെയ്തതായി പറയണം. വിശേഷിച്ചും കൗസല്യാദേവിയുടെ തൃക്കാൽക്കലുള്ള പ്രണാമം. സമയോചിതം ഇതുകൂടി തമ്പുരാനെ അറിയിക്കൂ. ഭരതനെ വേഗം വരുത്തി ആദരപൂർവ്വം യുവരാജാവാക്കി വാഴിച്ചാൽ ഞങ്ങളുടെ വിയോഗ ദുഃഖം വളരെ ചുരുങ്ങുമെന്ന്. ഭരതനോട് എൻ്റെ വാക്കായി ഇങ്ങനെ പറയണം: അച്ഛൻ്റെ അടുത്ത് ഏത് നിലയിലാണോ നീ പെരുമാറുന്നത് അതുപോലെ അമ്മമാരുടെ അടുത്തും വേണം. അമ്മ കൈകേയി ദേവി നിനക്ക് എങ്ങനെയോ അതുപോലെ തന്നെയാണ് സുമിത്രാദേവിയും കൗസല്യാദേവിയും. അമ്മമാരുടെ വിശേഷിച്ചും കൗസല്യാദേവിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി യുവരാജസ്ഥാനം വഹിച്ചാൽ 2 ലോകങ്ങളിലും സൗഖ്യത്തോടെ സദാ വസിക്കാം. അച്ഛൻ്റെ അഭിപ്രായത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കുകയും അരുത്. രഘുനാഥൻ്റെ സന്ദേശം ദുഃഖത്തോടെ കേട്ട മഹാപ്രഭോ, സേവ കൊണ്ടല്ല സ്നേഹം കൊണ്ട് അടിയൻ തുറന്നു പറയുകയാണ്. അവിടുത്തെ വിനീതനായൊരു ഭക്തനാണെന്ന് കരുതി ക്ഷമിക്കണം. തിരുമേനിയോട് കൂടാതെ അടിയൻ എങ്ങനെ മടങ്ങിപ്പോകും? കുട്ടിയെ വിട്ടുപിരിഞ്ഞ സ്നേഹമൂർത്തിയായ മാതാവിനെ പോലെയാണ് അവിടുന്നില്ലാത്ത അയോധ്യനഗരം. ശ്രീരാമ രാജകുമാരനാൽ അലംകൃതമായ അടിയൻ്റെ കണ്ട് സന്തുഷ്ടരായ ജനങ്ങളും നഗരവീഥികളും ഒഴിഞ്ഞ കാണുമ്പോൾ ഹൃദയം വിണ്ടതുപോലെയാകും. വീരനായൊരു സേനാനി ഘോരാരണ്യത്തിൽ വീരസ്വർഗം പ്രാപിച്ച് സൂതൻ മാത്രമായി കൊണ്ടുവരുന്ന തേരിനെ പോലെ ഈ പാഴ്രഥം കാണുമ്പോൾ. ദൂരത്തിലാണെങ്കിലും അവിടുത്തെ മനക്കണ്ണ് കൊണ്ടുണ്ടാകുന്ന പ്രജകൾ ഉറക്കമില്ല. ഭക്ഷണം കൂടി ഉപേക്ഷിക്കും. അവിടുന്ന് അയോധ്യയിൽ നിന്ന് പോരുമ്പോൾ ദുഃഖിച്ച് അവശരായ നാട്ടുകാരുടെ പരിഭ്രമം നേരിട്ട് തൃക്കൺ പാർത്തതല്ലേ. അടിയനെ മാത്രം ഈ രാജരഥത്തിൽ കാണുമ്പോൾ അവരുടെ വ്യസനം എത്രമാത്രം ഇരട്ടിക്കും. ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൗസല്യാദേവിയോട് അടിയൻ എന്താണെന്നാണ് പറയേണ്ടത്? ദേവിയുടെ പുത്രനെ മാതുല മന്ദിരത്തിൽ കൊണ്ടുപോയാക്കി എന്നോ? അസത്യം പറയാൻ അടിയന് സാധിക്കുകയുമില്ല. ദേവിക്ക് അനിഷ്ടമേകുന്ന സത്യത്തെ എങ്ങനെ പറയും? ഉത്തമങ്ങളായ ഈ അശ്വരത്നങ്ങൾ തിരുമേനിയെയോ ബന്ധുക്കളെയോ വഹിക്കാതെ ഈ രഥത്തെ എങ്ങനെ നയിക്കും? പ്രഭോ, അവിടുത്തെ കൂടാതെ അടിയന് അയോധ്യയ്ക്ക് പോകുവാൻ വയ്യ. അടിയനെ കൂടി അരണ്യവാസത്തിന് കൊണ്ടുപോകുവാൻ കരുണ ഉദിക്കണേ. ഈ അഭ്യർത്ഥന ഉപേക്ഷിച്ചാൽ തേരോടുകൂടി തന്നെ അഗ്നിയിൽ പതിച്ചേക്കും. വനത്തിൽ തപോവിഘ്നം വരുത്താവുന്ന ദുഷ്ടമൃഗങ്ങളെ അടിയൻ തേർ കൊണ്ട് തന്നെ തടുത്ത് തിരുമേനിക്ക് ശാന്തിയും സമാധാനവും നൽകും. തേർ ഓടിക്കുന്നതിലുള്ള സുഖവും അഭിമാനവും അവിടുത്തെ ദയ കൊണ്ട് അനുഭവിച്ചു. വനവാസത്തിലുള്ള ആനന്ദം കിട്ടുവാൻ പ്രസാദിക്കണേ. അടങ്ങാത്ത കൊതിയാണ് അവിടത്തോടു കൂടിയുള്ള അരണ്യവാസത്തിന്. എൻ്റെ കൂടെ വന്നോളൂ എന്ന ആജ്ഞ ഉടനെ ഉണ്ടാകണേ. കാട്ടിൽ താമസിക്കുന്ന അവിടുത്തെ ശുശ്രൂഷിക്കുവാൻ ഭാഗ്യവാൻ. ഈ കുതിരകൾക്ക് കിട്ടിയാൽ ശ്രേഷ്ഠമായ ഗതി കിട്ടിക്കഴിഞ്ഞു. അയോധ്യയെയോ ഉന്നത സ്ഥാനത്തെയോ സ്വർഗത്തെയോ അല്ല, തിരുമേനി ഒന്നിച്ചുള്ള വാസമാണ് അടിയൻ ആഗ്രഹിക്കുന്നത്. പാപകർമ്മം ചെയ്ത ഒരുവന് ഇന്ദ്രപുരിയിലേക്ക് പോകുവാൻ സാധിക്കാത്തതുപോലെ അവിടുന്നില്ലാതെ ഈ രഥം അയോധ്യയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുമോ? വനവാസം കഴിഞ്ഞ് ഈ തേരിൽ തന്നെ അവിടുത്തെ പിതൃസവിധത്തിലേക്ക് അടിയൻ കൊണ്ടുപോകാം. അടിയൻ്റെ ഒതുങ്ങാത്ത ആഗ്രഹമാണിത്. തിരുമേനി ഒന്നിച്ചുള്ള കാനന വാഴ്ച 14 സംവത്സരം എത്ര തുച്ഛമാണ്. അവിടുന്നില്ലെങ്കിൽ ഈ വത്സരങ്ങൾ 100 വർഷങ്ങളായി മാറും. ഭക്തനായൊരു ഭൃത്യൻ എന്ന നിലയിൽ സ്വാമിപുത്രനായ തിരുമേനിയെ ശുശ്രൂഷിച്ച് സേവിക്കുവാൻ കരുണാവാരതിയായ ദേവ, അടിയനെ അനുവദിക്കണേ. ഇങ്ങനെ പലതും പറഞ്ഞ് വിലപിക്കുന്ന സുമന്ത്രരോട് ദയാസാഗരവും ഭക്തഭൃത്യപ്രിയനുമായ ശ്രീരാമചന്ദ്രസ്വാമി അരുളി ചെയ്തു: സുമന്ത്രരെ, സ്വാമി ഭക്തനായ അങ്ങേക്ക് എന്നിലുള്ള ഭക്തി എത്രമാത്രമാണെന്ന് എനിക്ക് തികച്ചും അറിയാം. അമാത്യശ്രേഷ്ഠനായ അങ്ങയെ അയോധ്യയിലേക്ക് അയക്കുവാൻ പ്രത്യേക കാരണമുണ്ട്. ചെറിയമ്മ കൈകേയിക്ക് വിശ്വാസം വരണം. അങ്ങയെ കണ്ടാൽ മാത്രമേ ഞാൻ കാട്ടിൽ എത്തിയതായി ചെറിയമ്മ വിശ്വസിക്കൂ.
അതിധാർമ്മികനായ അച്ഛൻ്റെയും പിതൃനിർദ്ദേശത്തിൽ അടിപതരാതെ നിൽക്കുന്ന എൻ്റെയും വാക്കുകൾ പാഴായിട്ടില്ലെന്ന് തീരുമാനിച്ച് സന്തോഷിക്കണമെങ്കിൽ അങ്ങയെ ചെറിയമ്മ കാണണം. ഭരതൻ ഭരിക്കുന്ന രാജ്യത്തെ ഇളയമ്മ തന്നെ നേടണം എന്നാണ് എൻ്റെ ആഗ്രഹം. മഹാരാജാവിൻ്റെ ധർമ്മനിഷ്ഠയ്ക്കും എൻ്റെ വ്രതനിഷ്ഠയ്ക്കും അങ്ങ് ഈ രഥത്തോടുകൂടി കൊട്ടാരത്തിൽ എത്തണം. മാത്രമല്ല, ഞാൻ പറഞ്ഞ സന്ദേശങ്ങൾ അങ്ങനെ തന്നെ ഓരോരുത്തരോടും പറയുകയും വേണം. സത്പൗരുഷ സമ്പന്നനായ ദാശരഥി സാരഥിയെ വീണ്ടും വീണ്ടും ആശ്വസിപ്പിച്ച് ഗുഹനോട് അരുളി ചെയ്തു. സുഹൃത്തെ, ആളുകൾ ധാരാളമുള്ള കാട്ടിൽ താമസിക്കുന്നത് ശരിയല്ല. നിർജ്ജനമായ ആശ്രമവാസമാണ് എനിക്ക് ശ്രേഷ്ഠമായത്. മാമുനീന്ദ്രന്മാർക്ക് യോജിക്കുന്ന വ്രതം സ്വീകരിക്കണം. അച്ഛൻ്റെ നന്മയ്ക്ക് വേണ്ടി സീതാ സൗമിത്രിമാരുടെ അനുവാദപ്രകാരം ഞാനിതാ ജടാമകുടം നിർമ്മിക്കുന്നു. പേരാലിൻ്റെ പാൽ വരുത്തു. അതിവേഗത്തിൽ പേരാലിൻ്റെ കറ ഗുഹൻ കൊണ്ടുവന്നു. ലക്ഷ്മണകുമാരനും തനിക്കും ശ്രീരാമചന്ദ്രൻ തന്നെ ജടയുണ്ടാക്കി. ആജാനുബാഹുവായ ആ പുരുഷസിംഹം ജടാമകുടധാരിയായി തീർന്നു. വട്ടച്ചിളകളോടും മരത്തോലു കൊണ്ടുള്ള ഉടുപ്പുകളോടും കൂടിയ ആ വീരസഹോദരന്മാർ ശ്രീരാമലക്ഷ്മണന്മാർ മഹർഷീന്ദ്രന്മാരെ പോലെ ജാജ്വല്യമാനരായി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.